உங்கள் நம்பர் என்கிட்ட இருக்கு, என் நம்பரை நீங்கள் சேவ் பண்ணிக்கோங்க. നിങ്ങൾ ഒരുപാട് ഇമോഷണൽ പടങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ഇമോഷണൽ മാത്രമുള്ള പടം കണ്ടിട്ടുണ്ടോ? അതാണ് ഈ പടം. ഈ പടം കണ്ടിരിക്കാം, പക്ഷെ ഒരിക്കലും കരയാതിരിക്കാൻ പറ്റില്ല. ഒരു പടത്തിന് ഇമോഷണൽ സീൻസ് വേണം എന്നും പറഞ്ഞ് പടം തുടങ്ങുന്നത് തൊട്ട് തീരുന്നത് വരെ ഇമോഷണൽ സീൻസ് ആണെങ്കിൽ എങ്ങനെ കണ്ടിരിക്കും? ഈ പടം ഒരിക്കലും ഒരു അപരാധ പടമല്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ മെയിൻ റീസൺ തന്നെ ഇമോഷണൽ ആണ്. ആക്ച്വലി ഈ പടത്തിൽ പറയുന്നത് ഒരു മാമന്റെയും ഒരു മോന്റെയും ഇമോഷണൽ കഥയാണ്. അപ്പോൾ പടം തുടങ്ങുന്നത് ഒരു കല്യാണത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണനെ കാണിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് അണ്ണന്റെ ചേച്ചി പ്രശ്നം ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഇവൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും കുട്ടികളില്ല. അതാണ് മെയിൻ പ്രശ്നം. സഡൻലി ചേച്ചി അമ്മയുടെ മുഖത്ത് ഛർദ്ദിച്ചു കൊടുക്കും. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ചേച്ചി ഗർഭിണിയാണെന്ന്. അത്രയും സമയമില്ലാത്ത സ്നേഹം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ സ്നേഹം വാരി തൂക്കും. അപ്പോൾ അണ്ണൻ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഈ പടത്തിലെ മെയിൻ പ്രശ്നം തുടങ്ങുന്നത്. അണ്ണൻ അവിടെ വെച്ച് ഒരു പെണ്ണിനോട് ക്രഷ് അടിയും. അത് വേറെ ആരുമല്ല, ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനോടാണ്. ആ ഡോക്ടറിന്റെ നമ്പർ വാങ്ങുന്ന സീൻസ് ഒക്കെ വളരെ റിയലിസ്റ്റിക് ഹൈ ക്ലാസ് ക്രിഞ്ച് ആണ്. உங்கள் நம்பர் என்கிட்ட இருக்கு, என் நம்பரை நீங்கள் சேவ் பண்ணிக்கோங்க. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ആ ഡോക്ടറും സെറ്റാവും, അണ്ണന്റെ ചേച്ചിയും പ്രസവിക്കും. അപ്പോഴാണ് പടത്തിലെ മെയിൻ പ്രശ്നം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇവളും അണ്ണനെ പ്രപ്പോസ് ചെയ്യും. ആക്ച്വലി ഒരു പെണ്ണ് സെറ്റായാലും ഒരു പാട്ട് കാണുമല്ലോ. എക്സാക്ട്ലി റൈറ്റ്. അങ്ങനെ ഈ കൊച്ചു വലുതായ ഒരു അഴുക്ക ചെറുക്കനാണ്. അഴുക്ക ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് അഴുക്ക ചെറുക്കനാണ്. അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം. ഈ കൊച്ചു ചെറുക്കനെ നോക്കി വെച്ചു ഇവനാണ് ഈ പടത്തിലെ മെയിൻ ഇറിറ്റേറ്റിംഗ് അവരാണ്. ഇവന് സ്വന്തം അച്ഛന്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നതിനെ കാട്ടി മാമന്റെ കൂടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എവിടെ പോയാലും മാമൻ കൂടെ വേണം. ഈ പ്രായത്തിൽ കുറച്ച് ബുദ്ധിയൊക്കെ കുറവായിരിക്കും, പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഇവന്റെ ഈ മാസ് ഡയലോഗ് കേട്ട് അണ്ണൻ വന്ന് ആ കൊച്ചു കുട്ടികളെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കും. അണ്ണൻ അവന്മാരുടെ ബോളിൽ ചെറുതായിട്ട് കൈ വെച്ചാൽ മതി, ബാക്കിയൊക്കെ അവർ സ്വന്തമായിട്ട് ആക്ഷൻ ചെയ്തോളൂ. എന്തോന്നേ ഇതൊക്കെ. അങ്ങനെ പെട്ടെന്നായിരുന്നു അണ്ണന്റെ കല്യാണം. കല്യാണത്തിൽ ചെറുക്കന്റെ മാസ് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. താലി കെട്ടുന്ന ടൈം ആയപ്പോൾ ചെറുക്കൻ ആദ്യം താലി കെട്ടണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പൊ 2 അടി കൊടുക്കേണ്ട ടൈമിലും അവനെ കിടന്ന് കൊഞ്ചിക്കും. ഡേ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ ഡേ. അങ്ങനെ അതും പോട്ട് എന്തിന് ഫസ്റ്റ് നൈറ്റിൽ പോലും ചെറുക്കൻ അവരെ കൂടെ കിടന്നാലും ഉറക്കാൻ വരുവോളൂ. ഇവന്റെ അസുഖം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ ഇവർ 3 പേര് ചേർന്ന് രാത്രി മുഴുവൻ കളിക്കും. കളി എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ കളിക്കുന്ന കളി. അങ്ങനെ സഹിക്കാതെ അടുത്ത സെക്കൻഡ് നൈറ്റിന് വേണ്ടി ഉറങ്ങി കിടന്ന് ഇവളെ വിളിച്ചുകൊണ്ട് വേറൊരു റൂമിൽ പോയി കാര്യം സാധിക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ അവിടെ നാറ്റ കേസാവും. അങ്ങനെ എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഹണിമൂണിൽ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഈ പടത്തിൽ ഇവനെ മാറ്റിയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ അഴുക്ക ചെറുക്കം കാരണം ഇവളെ കൊണ്ടൊന്നും സാധിക്കില്ല. അങ്ങനെ ഇവൾക്ക് ഒരുമാതിരി ബാഡ് ഫീലിംഗ് ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ല കാര്യങ്ങൾ ഏകദേശം ഏത് ട്രാക്കിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ അണ്ണനും ഇവളായിട്ട് വീണ്ടും പ്രശ്നമാകും. അടുത്ത ദിവസം അണ്ണൻ നേരെ പോയി അവളെ കാല് പിടിച്ച് അവളെ വീണ്ടും സെറ്റാക്കും. അങ്ങനെ അപ്പോഴെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഇവള് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ വീണ്ടും അഴുക്ക ചെറുക്കനെയും കൊണ്ട് അണ്ണൻ റൂമിൽ വരുന്നത്. അപ്പോൾ തന്നെ അവളെ മൂഡ് മാറി കിടന്നുറങ്ങും. പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച ആർക്കാണ് മൂഡ് പോകാത്തത്? ഇനി തൊട്ടാണ് കരച്ചിൽ തുടങ്ങാൻ പോകുന്നത്. ഇവൾക്ക് കാര്യം സാധിക്കാത്തതിന്റെ കാരണം കൊണ്ട് അണ്ണന്റെ ചേച്ചിയെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യും. പിന്നെ അഴുക്ക ചെറുക്കന്റെ കാത് കുത്താൻ വേണ്ടി പോയപ്പോഴാണ് അവൻ പറയണത്
അതോടെ വീണ്ടും പ്രശ്നം കൂടി അവർ തമ്മിൽ അടിയായി പിരിഞ്ഞു. ഇറ്റ് വാസ് ഡാമിൻ ഇമോഷണൽ സീൻസ് ബ്രോ. അങ്ങനെ അണ്ണൻ സ്ഥലം മാറി. അതോടെ അണ്ണന്റെ ചേച്ചി അണ്ണന്റെ ഫോട്ടോയിൽ മാല ഇട്ടതിനു ശേഷം മരിച്ചു പോയെന്ന് ചെറുക്കൻ്റെ അടുത്ത് പറയും. ഓ മൈ ഗോഡ്, ക്ലാസിക് സാധനം. ഇതൊന്നും അറിയാതെ അണ്ണനും അവളും കൂടെ അവിടെ കിടന്ന് റൊമാൻസ്. ഞാനറിഞ്ഞു ആരോമയായി പല വഴി അലഞ്ഞതെല്ലാം പഴകെ നിന്നരികിലേക്കായിരുന്നു. അതോടെ ഇവളും പ്രഗ്നന്റ് ആവും. അങ്ങനെ എല്ലാം ശരിയായി വന്നപ്പോഴാണ് ഇവൾ ആ മാലയുടെ കാര്യം അറിയുന്നത്. പിന്നെ അങ്ങോട്ട് കരച്ചിലിന്റെ ഒരു വിളയാട്ടം തന്നെ. അങ്ങനെ ഇവള് പ്രസവിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിക്കും. ഒന്നും അറിഞ്ഞൂടാതെ ചിരിച്ചോണ്ടിരിക്കുന്നില്ല. ഇവ ഒരാൾ കാരണമാണ് ഇത്രയും സീനായത്. അങ്ങനെ പടം തീർന്നു.